കേരളത്തിൽ ഇപ്പോഴും അത്ര പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കരിയർ ആരംഭിച്ചത്. എൻ്റെ കഴിഞ്ഞ 12 വർഷത്തെ റിയൽ എസ്റ്റേറ്റ് ജീവിതം ആരംഭിച്ചത് 8ാം ക്ലാസ്സിൽ ഡയറക്റ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് പ്രോഡക്ട്സ് വിറ്റുകൊണ്ടാണ് സെയിൽസിലേക്കുള്ള ഒരു കരിയർ തുടങ്ങിയതെന്ന് പറയാം. സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജിലേക്ക് വന്നപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് സെയിൽസിനോടൊപ്പം ചെയ്യാൻ തുടങ്ങി. കുറേ അധികം ഇവന്റുകൾ ചെയ്തു. അതിനുശേഷം PG ചെയ്യുന്ന സമയത്താണ് റിട്ടയർമെന്റ് ഹോം മാർക്കറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. കേരളത്തിൽ ഇപ്പോഴും അത്ര പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ആ സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് കരിയർ ആരംഭിച്ചത്. അതിനുശേഷം കേരളത്തിൽ തന്നെ ഒരു പ്രമുഖ ബിൽഡറിന്റെ ഓപ്പർച്യൂണിറ്റി വരികയുണ്ടായി. അവിടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ കരിയർ ആരംഭിച്ചത്. ഇത് ഓർക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എനിക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും എൻജോയ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കേരളത്തിൽ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ജീവിതം ആരംഭിച്ചു. പിന്നെ ഇതൊരു പാഷനാണ്. ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒരു പാഷനാണ്. ഓരോ സെയിൽ ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. മോണിറ്ററി പാർട്ട് ഡെഫിനറ്റ്ലി ഈസ് ദെയർ, ബട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.